റോഡ് അടയാളങ്ങൾ എന്നാൽ റോഡ് ഉപരിതലത്തിൽ മാത്രം കാണുന്ന അടയാളങ്ങൾ, എല്ലാത്തരം സൈൻ ബോർഡുകളിലും അടയാളങ്ങൾ, റോഡ് ഉപരിതലത്തിൽ അടയാളപ്പെടുത്തുന്നതും എല്ലാ തരത്തിലുള്ള സൈൻ ബോർഡുകളും അടയാളങ്ങളും ഉൾപ്പെടുന്നവ. റോഡിന്റെ കാരേജ് വേയിലോ കർബുകളിലോ അതിനോട് ചേർന്നുള്ള വസ്തുക്കളിലോ വരയ്ക്കുന്നതോ ഘടിപ്പിക്കുന്നതോ ആയ റോഡ് അടയാളങ്ങൾ ഒഴികെയുള്ള വരികൾ, പാറ്റേണുകൾ, വാക്കുകൾ. ആൻസർ വരുന്നത് റോഡിന്റെ കാരേജ് വേയിലോ കർബുകളിലോ അതിനോട് ചേർന്നുള്ള വസ്തുക്കളിലോ വരയ്ക്കുന്നതോ ഘടിപ്പിക്കുന്നതോ ആയ റോഡ് അടയാളങ്ങൾ ഒഴികെയുള്ള വരികൾ, പാറ്റേണുകൾ, വാക്കുകൾ. യാത്രക്കാർക്ക് വാഹനത്തിൽ കയറുന്നതിനും ഇറങ്ങുന്നതിനും അല്ലെങ്കിൽ ചരക്ക് വേഗത്തിൽ കയറ്റുന്നതിനും ഇറക്കുന്നതിനും വളരെ ചുരുങ്ങിയ സമയത്തേക്ക് വാഹനം നിർത്തിയിടുന്നതിനെയാണ് ഡാഷ് എന്ന് പറയുന്നത്. ഹോൾട്ടിംഗ്, പാർക്കിംഗ്, സ്റ്റോപ്പിംഗ്, ടെമ്പററി പാർക്കിംഗ്. ആൻസർ വരുന്നത് സ്റ്റോപ്പിംഗ്. ലാബ് റിപ്പോർട്ടുകൾ പ്രകാരം ഭാര്യയ്ക്ക് ഗുരുതരമായ അസുഖമുണ്ടെന്ന് ഡോക്ടർ എ എന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞു. മാനസികമായി ഏറെ അസ്വസ്ഥനായ ഇദ്ദേഹം കാറിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഡ്രൈവ് ചെയ്യാൻ കഴിയുമോ? സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളതിനാൽ അദ്ദേഹത്തിന് ഏത് ഘട്ടത്തിലും ഡ്രൈവ് ചെയ്യാം. വാഹനമോടിക്കാൻ ശാരീരികമായും മാനസികമായും പൂർണ്ണ ആരോഗ്യമുണ്ടായിരിക്കണം. ഹൈവേകൾ ഒഴിവാക്കി വാഹനമോടിക്കാം. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ആൻസർ വരുന്നത് വാഹനമോടിക്കാൻ ശാരീരികമായും മാനസികമായും പൂർണ്ണ ആരോഗ്യമുണ്ടായിരിക്കണം. മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ 3 വീലർ ഡ്രൈവർ ആയിരിക്കുമ്പോൾ ഹൈവേയിൽ വാഹനമോടിക്കുമ്പോൾ ഇരു കൈകളും ഹാൻഡിലിൽ പിടിക്കാതെ വാഹനമോടിക്കാം. എല്ലാ സമയത്തും സ്റ്റിയറിംഗ് ഹാൻഡിൽ 2 കൈകൊണ്ടും പിടിക്കണം. സിഗ്നൽ നൽകുമ്പോൾ ഒഴികെ എല്ലാ സമയത്തും ഡ്രൈവർ ഇരു കൈകളാലും ഹാൻഡിൽ ബാർ പിടിക്കണം. വാഹനമോടിക്കുമ്പോൾ സ്റ്റിയറിംഗിൽ നിന്ന് ഒരു കൈ എല്ലായ്പ്പോഴും എടുക്കാം. സിഗ്നൽ നൽകുമ്പോൾ ഒഴികെ എല്ലാ സമയത്തും ഡ്രൈവർ ഇരു കൈകളാലും ഹാൻഡിൽ ബാർ പിടിക്കണം. ഈ അടയാളം കാണുമ്പോൾ വേഗത കുറയ്ക്കുകയും താൻ പ്രവേശിക്കുന്ന റോഡിലെ ഗതാഗതത്തിന് വഴിയൊരുക്കുകയും ജാഗ്രതയോടെ മുന്നോട്ട് പോകുകയും വേണം. ട്രാഫിക് ഐലൻഡ് മുന്നിലുള്ളതിനാൽ വാഹനം നിർത്തണമെന്ന് മനസ്സിലാക്കണം. മുന്നിൽ മലകളുണ്ടെന്ന് മനസ്സിലാക്കണം. ഒരു 3-വേ ജംഗ്ഷൻ മുന്നിലുള്ളതിനാൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്ന് മനസ്സിലാക്കണം. ആൻസർ വേഗത കുറയ്ക്കുകയും താൻ പ്രവേശിക്കുന്ന റോഡിലെ ഗതാഗതത്തിന് വഴിയൊരുക്കുകയും ജാഗ്രതയോടെ മുന്നോട്ട് പോകുകയും വേണം. ഹാൻഡ് സിഗ്നൽസ് എന്തെല്ലാമാണ്? ഇവിടെ ഉദ്ദേശിക്കുന്നത് വലത് എന്ന് ഉദ്ദേശിക്കുന്നത് വലത്തോട്ട് പോകാനുള്ള സിഗ്നലാണ് ഉദ്ദേശിക്കുന്നത്. വലത്, ഇടത്, നേരെ, നിർത്തുക, റിവേഴ്സ്. അടുത്തത് പറയുന്നത് വലത്, ഇടത്, സ്റ്റോപ്പ്, സ്ലോ ഡൗൺ. വലത്, ഇടത്, ഓവർടേക്ക്, സ്റ്റോപ്പ്. വലത്, ഇടത്, ഓവർടേക്ക്, സ്ലോ ഡൗൺ, സ്റ്റോപ്പ്. ഇവിടെ ആൻസർ കൊടുത്തിരിക്കുന്നത് വലത്, ഇടത്, ഓവർടേക്ക്, സ്റ്റോപ്പ്. ഒരു ട്രാഫിക് സിഗ്നലിൽ പച്ച ലൈറ്റുകൾ കത്തിക്കിടപ്പുണ്ടെങ്കിലും യൂണിഫോം ധരിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ സ്റ്റോപ്പ് സിഗ്നൽ കാണിച്ചാൽ യൂണിഫോമിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ അനുസരിക്കണം. ഡ്രൈവർക്ക് പോലീസ് ഉദ്യോഗസ്ഥനെ അനുസരിക്കാതെ മുന്നോട്ട് പോകാം. ഡ്രൈവർക്ക് പോലീസ് ഉദ്യോഗസ്ഥനെ അനുസരിക്കാതെ കരുതലോടെ സാവധാനം നീങ്ങാം. ഡ്രൈവർക്ക് മറ്റെല്ലാം അവഗണിച്ച് മുന്നോട്ട് പോകാം. യൂണിഫോമിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ അനുസരിക്കുകയാണ് വേണ്ടത്. ഒരു ഡ്രൈവർ ടണലിൽ പ്രവേശിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഹെഡ്ലൈറ്റ് ഹൈ ബീം ഓണാക്കുക. ഓവർടേക്കും യു-ടേണും റിവേഴ്സും ചെയ്യരുത്. ഹെഡ്ലൈറ്റ് ലോ ബീം ഓണാക്കുക. ഓവർടേക്കും യു-ടേണും റിവേഴ്സും ചെയ്യരുത്. പാർക്ക് ലാമ്പ് ഓണാക്കുക. ഓവർടേക്കും യു-ടേണും റിവേഴ്സും ചെയ്യരുത്. ഹോൺ മുഴക്കുക. ഓവർടേക്കും യു-ടേണും റിവേഴ്സും ചെയ്യരുത്. ആൻസർ വരുന്നത് ഹെഡ്ലൈറ്റ് ലോ ബീം ഓണാക്കുക. ഓവർടേക്കും യു-ടേണും റിവേഴ്സും ചെയ്യരുത്. പർവ്വത റോഡുകളിലും കുത്തനെയുള്ള റോഡുകളിലും വാഹനങ്ങൾ പരസ്പരം സ്വതന്ത്രമായി കടന്നുപോകാൻ റോഡിന് മതിയായ വീതിയില്ലാത്തിടത്ത് വാഹനത്തിന്റെ ഡ്രൈവർ സ്വീകരിക്കേണ്ട മര്യാദ എന്താണ്? 2 വാഹനങ്ങളും താഴ്ന്ന ഗിയറിൽ ഓടിക്കുക. നിർത്തരുത്. കയറ്റം കയറുന്ന വാഹനം ഇടതുവശത്ത് നിർത്തി മലയിറങ്ങുന്ന വാഹനം ആദ്യം കടത്തിവിടുക. മലയിറങ്ങുന്ന വാഹനം ഇടതുവശത്ത് നിർത്തി കയറ്റം കയറി വരുന്ന വാഹനം ആദ്യം കടന്നുപോകാൻ അനുവദിക്കുക. 2 വാഹനങ്ങളും നിർത്തിയ ശേഷം ജാഗ്രതയോടെ നീങ്ങുക. ആൻസർ സി ആണ്. എപ്പോഴും കയറ്റം കയറി വരുന്ന വാഹനങ്ങൾക്കായിരിക്കണം മുൻഗണന നൽകേണ്ടത്. പാർക്കിംഗ് അല്ലെങ്കിൽ സ്റ്റോപ്പ് സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് തെറ്റ്? ശ്രദ്ധിക്കുക, ഏതാണ് തെറ്റ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. റോഡിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന മഞ്ഞ ബോക്സിൽ വാഹനം നിർത്താൻ പാടില്ല. കാൽനട ക്രോസിംഗിലോ അതിൻ്റെ 5 മീറ്റർ മുമ്പോ വാഹനം നിർത്തരുത്.
വേഗത കൂടുന്നതോ അല്ലെങ്കിൽ കുറയ്ക്കുന്നതോ ആയ പാതയിൽ വാഹനം നിർത്തരുത്. റോഡിന് വീതിയുള്ള സ്ഥലത്ത് വാഹനം നിർത്താൻ പാടില്ല. എല്ലാവർക്കും മനസ്സിലാവും ആൻസർ. റോഡിന് വീതിയുള്ള സ്ഥലത്ത് വാഹനം നിർത്താൻ പാടില്ല. സാധാരണയായി വീതിയുള്ള സ്ഥലത്താണ് നമ്മൾ വാഹനം നിർത്തുന്നത്, അല്ലേ? മോട്ടോർ വാഹന നിയമം സെക്ഷൻ 19 പ്രകാരം അയോഗ്യതയ്ക്കോ ലൈസൻസ് റദ്ദാക്കുന്നതിനോ ഒരു കാരണമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏത്? അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നത്, കള്ളത്തരത്തിലോ തെറ്റായി ചിത്രീകരിച്ചോ ലൈസൻസ് നേടുന്നത്, അനുവദനീയമായ പ്രായത്തിന് മുൻപ് ലൈസൻസ് നേടുന്നത്, ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനം പൊതുനിരത്തിൽ ഓടിക്കുന്നത്. കൊടുത്തിരിക്കുന്ന ആൻസർ ഇതാണ്: ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനം പൊതുനിരത്തിൽ ഓടിക്കുന്നത്. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? അപകടമുണ്ടാക്കാൻ സാധ്യതയുള്ള പൊതുസ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്യരുത്. മറ്റ് റോഡ് യാത്രക്കാർക്ക് തടസ്സമാകുന്ന തരത്തിൽ വാഹനം പാർക്ക് ചെയ്യരുത്. മറ്റ് റോഡ് ഉപയോക്താക്കൾക്ക് അനാവശ്യമായ അസൗകര്യം ഉണ്ടാക്കുന്ന രീതിയിൽ വാഹനം പാർക്ക് ചെയ്യരുത്. വാഹനം ഏത് പൊതുസ്ഥലത്തും പാർക്ക് ചെയ്യാം. ആൻസർ വരുന്നത് ഡി ആണ്. വാഹനം ഏത് പൊതുസ്ഥലത്തും പാർക്ക് ചെയ്യാം. അതൊരു തെറ്റായ പ്രസ്താവനയാണ്. വാഹനം പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? രജിസ്ട്രേഷൻ ഇല്ലാതെ ഉപയോഗിക്കുന്നത്, പൊല്യൂഷൻ അണ്ടർ കൺട്രോളർ സർട്ടിഫിക്കറ്റിൻ്റെ സാധുതയില്ലെങ്കിൽ, വാഹനം പിടിച്ചെടുക്കുന്നതിന് പകരം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പിടിച്ചെടുക്കാം, സാധുതയില്ലാത്ത പെർമിറ്റ് ഉപയോഗിച്ച് വാഹനം ഉപയോഗിച്ചാൽ വാഹനം പിടിച്ചെടുക്കാം. പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റിൻ്റെ സാധുതയില്ലെങ്കിൽ എന്നാണ് ആൻസർ. രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതിലേക്ക് നയിക്കുന്ന കുറ്റം ഏതാണ്? മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള കുറ്റം ഒരു പ്രായപൂർത്തിയാകാത്ത ആളാണ് ചെയ്തിരിക്കുന്നത്. സാധുവായ ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം പൊതുനിരത്തിൽ ഉപയോഗിക്കൽ, സാധുവായ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുക, സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുക. ആൻസർ വരുന്നത് മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള കുറ്റം ഒരു പ്രായപൂർത്തിയാകാത്ത ആളാണ് ചെയ്തിരിക്കുന്നത്. മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള ഒരു കുറ്റകൃത്യം പ്രായപൂർത്തിയാകാത്ത ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം പ്രായപൂർത്തിയാകാത്ത ആൾക്ക് ഡ്രൈവിംഗ് ലൈസൻസോ ലേണേഴ്സ് ലൈസൻസോ ഡേഷ് വയസ്സ് വരെ അനുവദിക്കുന്നതിന് അർഹതയുള്ളതല്ല. 21 വയസ്സ്, 25 വയസ്സ്, 30 വയസ്സ്, ആയുഷ്കാലത്തേക്ക് ലൈസൻസ് കരസ്ഥമാക്കുന്നതിൽ അനുവാദമില്ല. അത് ശരിയല്ല. ആൻസർ 25 ആണ്. 25 വയസ്സിന് ശേഷം നമുക്ക് അപേക്ഷിക്കാൻ കഴിയും. യൂണിഫോമിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് തൻ്റെ സാന്നിധ്യത്തിൽ താഴെ പറയുന്ന കുറ്റം ചെയ്യുന്ന ആരെയും വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാം: അപകടകരമായി വാഹനമോടിക്കുന്ന, സാധുവായ ഇൻഷുറൻസ് ഇല്ലാതെ വാഹനമോടിക്കുന്ന, സാധുവായ ലൈസൻസ് ഇല്ലാതെ വാഹനമോടിക്കുന്ന, സാധുവായ രജിസ്ട്രേഷൻ ഇല്ലാതെ വാഹനമോടിക്കുന്ന. അപകടകരമായി വാഹനമോടിക്കുന്നയാളെയാണ് അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഒരു വാഹനത്തിൻ്റെ ചുമതലയുള്ള വ്യക്തി ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത ഒരാളെ തൻ്റെ വാഹനം ഓടിക്കാൻ അനുവദിച്ചാൽ എന്താണ് പിഴ? 1000 രൂപ പിഴ, 2000 രൂപ, 5000 രൂപ, 10000 രൂപ പിഴ. 5000 രൂപയാണ് പിഴയായിട്ട് വരുന്നത്. അടുത്തായിട്ട് ലൈസൻസ് ഇല്ലാതെ ഓടിക്കുന്നതിൻ്റെ പിഴ പരിശോധിക്കാം. 1000 രൂപ, 2000 രൂപ, 5000 രൂപ, 10000 രൂപ. ആൻസർ വരുന്നത് 5000 രൂപ. വേഗപരിധി ലംഘിച്ച് ഓവർ സ്പീഡ്, ലൈറ്റ് മോട്ടോർ വാഹനം ഓടിക്കുകയോ ഓടിക്കാൻ അനുവദിക്കുകയോ ഓടിക്കാൻ കാരണമാവുകയോ ചെയ്താൽ പരമാവധി പിഴ എത്രയാണ്? 400, 900, 2000, 3000. 2000 രൂപയാണ് പിഴ വരുന്നത്. വേഗപരിധി ലംഘിച്ച് ഓവർ സ്പീഡ് മീഡിയം മോട്ടോർ വാഹനം ഓടിക്കുകയോ ഓടിക്കാൻ അനുവദിക്കുകയോ ഓടിക്കാൻ കാരണമാവുകയോ ചെയ്താൽ പിഴ വരുന്നത് 5000, 4000, 3000, 1500. ആൻസർ വരുന്നത് 4000 രൂപ.